പ്രൈസ് ദ ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം സ്വർഗത്തിൽ നിന്നും സഹായം. സങ്കീർത്തനം 121 1-2 വാക്യം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നമുക്ക് സഹായം കിട്ടുന്നത് യഹോവയിൽ നിന്നാണ്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് സഹായം ചെയ്താൽ അതിന് കണക്കുണ്ട്. സഹോദരങ്ങൾ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ അതിന് കണക്കുണ്ട്. സ്നേഹിതർ എന്തെങ്കിലും ചെയ്താൽ അതിന് കണക്കുണ്ട്. ഞാൻ നിനക്ക് തന്നില്ലയോ, തിരിച്ചു താന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുവാനും വഴക്കുണ്ടാക്കാനും വരും. നമ്മുടെ ദൈവം നമുക്ക് തന്നാൽ അതിന് കണക്കില്ലാതെ ദൈവം തരും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ താണിരിക്കണം. നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കണം. കർത്താവേ, നിനക്ക് എന്താവശ്യമുണ്ടോ? നിനക്ക് മക്കളില്ലയോ? നിന്റെ വിവാഹം നടന്നിട്ടില്ലയോ? നീ രോഗിയാണോ? എന്ത് വിഷയമാണെങ്കിലും നീ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം. ദൈവമേ, നീ എനിക്ക് വിടുതൽ തരണമേ എന്നും പറഞ്ഞ് അങ്ങനെ കരഞ്ഞ ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. 1 സമൂവേൽ 1-ാം അധ്യായം 2 മുതൽ 17 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. എൽക്കാനായ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് പെനീന, ഒരാളുടെ പേര് ഹന്ന. പെനീനയ്ക്ക് മക്കളുണ്ടായി. ഹന്നയുടെ ഗർഭപാത്രം ദൈവം അടച്ചു. അവൾക്ക് മക്കളില്ല. ഈ മക്കളില്ലാത്തവളെ എപ്പോഴും കളിയാക്കുകയും ചിരിക്കുകയും അവളെ ഒരുമാതിരി പരിഹാസ മുഖത്തോടെ നോക്കുകയും ചെയ്യും. ഇവരെ വർഷം തോറും വർഷാന്തര യാഗത്തിനാക്കി പോകും. അതായത് നമ്മൾ നാട്ടിൽ പെരുന്നാളെന്ന് പറയുമല്ലോ, അതുപോലെ അവർ പോകും വർഷത്തിലൊരിക്കൽ. അങ്ങനെ പോകുമ്പോൾ എൽക്കാന പെനീനയ്ക്കും മക്കൾക്കും എല്ലാം രൂപ കൊടുക്കും. അവർക്ക് കൊടുത്തതിനെക്കാട്ടിലും ഇരട്ടി ആർക്ക് കൊടുക്കും? ഹന്നയ്ക്ക് കൊടുക്കും. ആ സമയത്ത് പെനീന ഇവളെ നോക്കുകയും ചിരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യും. ഇവൾക്ക് ഭയങ്കര മനോവേദനയാണ്. എനിക്ക് മക്കളില്ല. അവള് ഉപവാസം കിടക്കുകയും ആഹാരം കഴിക്കാതെ കിടക്കുകയും ചെയ്യുമ്പോൾ എൽക്കാന അവളോട്, 10 മക്കളിലും വലുതല്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ? എത്ര മക്കളുണ്ടെന്ന് മക്കളുടെ സ്ഥാനത്ത് മക്കൾ വേണം, ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഭർത്താവ് വേണം. അവൻ അങ്ങനെ ചോദിക്കുമായിരുന്നു. അവള് ഒരു ദിവസം എഴുന്നേറ്റ് പോയി ഒരാലയത്തിൽ ഒരു സഭയിൽ പോയിരുന്നോണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. കരഞ്ഞു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കണ്ണുനീര് അത്രമാത്രം വലുതായിരുന്നു. അവൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എലി പുരോഹിതൻ വെളിയിലായിരുന്നു. അവൻ അകത്ത് കയറി വരുമ്പോൾ, ആ പാസ്റ്റർ അകത്ത് വരുമ്പോൾ ഇവിടെ ചിറി മാത്രം അനങ്ങുന്നുള്ളൂ, ശബ്ദം വെളിയിൽ കേൾക്കുന്നില്ല. ഈ പുരോഹിതൻ എന്താ ഓർത്തോ? ഇവൾ ഇന്നലെ കുടിച്ച അമല് ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നോർത്ത്. നിന്റെ അമല് ഇതുവരെ ഇറങ്ങിയില്ലയോ എന്ന് പുരോഹിതൻ അവളോട് ചോദിക്കുന്നു. അവൾ അപ്പോൾ കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയില് അവിടെ ദുഃഖങ്ങൾ പറയുകയാണ്. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതായത് 1 സമൂവേൽ 1-ാം അധ്യായം 14-15 വാക്യം. നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയെ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി കരുതരുതേ എന്ന് അവള്
ആ ഏലി പുരോഹിതനോട് പറഞ്ഞു. അവള് കരയുകയാണ്. അവിടെ മനോദുഃഖം ആരോട് പറയുകയാണ്? ദൈവത്തോട് പറയുകയാണ്. നമ്മുടെ മനോവേദന നമ്മുടെ അടുത്ത വീട്ടുകാരോടോ കൂട്ടുകാരോടോ സ്നേഹിതരോടോ ഒന്നും പറയരുത്. നമ്മുടെ മനോവേദന നമ്മൾ ആരോട് പറയണം? നമ്മുടെ ദൈവത്തോട്. നിന്റെ വീട്ടിൽ നീ കതകടച്ച് മുറിക്കകത്ത് കയറിയിരുന്ന് കണ്ണുനീരൊഴുക്കി നീ പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഹന്ന കണ്ണുനീരോടുകൂടെ അവിടെ മനോദുഃഖം ദൈവത്തോട് പറയുകയായിരുന്നു. പറഞ്ഞ ഉടനെ ആ പുരോഹിതൻ ഓർത്തു, ആ കാലത്ത് സ്ത്രീകൾ കുടിക്കുമായിരുന്നെന്നുള്ളത് നമുക്ക് ഈ ബൈബിള് വായിക്കുമ്പോൾ അറിയാം. ഉടനെ അവൾ പറയുന്നു, എന്നെ ഒരു നീച സ്ത്രീയായി നീ കരുതരുത്, ഞാൻ കുടിച്ചിട്ടില്ല. എൻ്റെ മനോവേദന ഞാൻ എൻ്റെ ദൈവത്തോടെ പറയുകയാണ്. അതായത് 1 ശമൂവേൽ 17-ാമത്തെ വാക്യം. അതിന് ഏലി, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ പുരോഹിതൻ അവളോട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഉടനെ അവൾ എഴുന്നേറ്റ് പോയി മുഖം കഴുകി ആഹാരം കഴിച്ചു. അതുപോലെ തന്നെ 18-ാമത്തെ വാക്യം ലാസ്റ്റല്ലേ, അവളുടെ മുഖം പിന്നെ വാടിയതേയില്ല. അവിടെ മുഖം പിന്നെ വാടിയിട്ടില്ല. കാരണം അവൾക്ക് ഒരു സന്തതിയെ ദൈവം കൊടുത്തു. നല്ല ഒരു ആൺകുഞ്ഞിനെ അവൾക്ക് ദൈവം കൊടുത്തു. ഞാൻ യഹോവയോടെ നിലവിളിച്ചു വാങ്ങിയെന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ശമൂവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ നിലവിളിച്ചു മേടിച്ചവൻ എന്നാണ്. ഞാൻ ചോദിച്ചു മേടിച്ചവൻ, ഞാൻ നിലവിളിച്ചു മേടിച്ചവൻ എന്നാണ് ശമൂവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അവൻ ശമൂവേൽ എന്ന് പേരിട്ടു. അവള് ശമൂവേൽ എന്ന് പേരിട്ട് മുലകുടി മാറിക്കഴിഞ്ഞ് ഈ മകനെ കൊണ്ടുപോയി അവൾ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചതും അങ്ങനാണ്. നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അവൻ്റെ തലയിൽ തലമുടി വെട്ടിക്കത്തില്ല, ഞാൻ കൊണ്ടുവന്ന് നിനക്ക് സമർപ്പിച്ചേക്കാം മകനെന്ന. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയുമോ? അങ്ങനെ അവൻ സമർപ്പിച്ചു കൊടുത്തു. അവൾ സമർപ്പിച്ച് ആ മകനെ കൊണ്ടുവന്ന് ഏലി പുരോഹിതന് ഏൽപ്പിച്ചു. അവൾക്ക് എവിടുന്നാണ് സഹായം കിട്ടിയത്? സ്വർഗത്തിൽ നിന്നാണ്. അവിടെ കണ്ണുനീരിന് ദൈവം മറികടന്നില്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടുകൂടെ കരഞ്ഞു പ്രാർത്ഥിക്കണം. കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു ചുവട് മുൻപോട്ട് പോകത്തില്ല, അവിടെ നിൽക്കും. മകനെ നിനക്കെന്ത് വേണം? ദൈവം തരും. നമ്മുടെ കണ്ണ് ദൈവത്തിനു വേണ്ടി സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അപ്പോൾ നമുക്ക് ഉത്തരം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവൾ ഒരു കുട്ടിക്ക് വേണ്ടി കരഞ്ഞു. നമ്മൾ ആർക്ക് വേണ്ടി കരയണം? നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ കരയണം മക്കളെ. നമ്മുടെ കേരളത്തിനു വേണ്ടി, നമ്മുടെ കർണാടക സ്റ്റേറ്റിനു വേണ്ടി, നമ്മുടെ ഇന്ത്യ ദേശത്തിനു വേണ്ടി. ഏതെല്ലാം സ്റ്റേറ്റുകളിലാണ് ജനങ്ങൾ ഏതെല്ലാം വിധത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. നശിച്ചു പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ കരയണം. ദൈവത്തിന് വേല ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ഇരുന്ന് ദേശത്തിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വേല ചെയ്യുന്നവർക്ക് വേണ്ടി സഹായം ചെയ്യുക. നിങ്ങൾക്ക് ദൈവം എന്ത് തോന്നിക്കുന്നോ അങ്ങനെ ദൈവമക്കൾക്ക് വേണ്ടി സഹായം ചെയ്യുക. നമ്മുടെ കഴിവനുസരിച്ച് ദൈവത്തിനു വേണ്ടി നമ്മളെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുകയും വേല ചെയ്യുന്നവർക്ക് വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നവരായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും എടുത്ത് പ്രയോഗിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് സഹായം വന്ന ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. ലൂക്കോസ് 7-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, നയിനിലെ വിധവ, നയിൻ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് മരിച്ചുപോയി. അവൾ വിധവയാണ്. അവൾക്കാകപ്പാടെ ഉണ്ടായിരുന്നത് ഒരു മകനാണ്. ആ മകനും എന്തോ അസുഖം വന്നു
മരിച്ചു പോയി കഴിയുമ്പോൾ നമ്മൾ ശവനമസ്കാരം ചെയ്തേ പറ്റത്തുള്ളൂ. ശവനമസ്കാരത്തിനായിട്ട് ആ മകനെയും എടുത്തുകൊണ്ട് 4 പേര് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ കൂടെ ഇഷ്ടംപോലെ ജനങ്ങളും ആ ദേശത്തിലുള്ള ജനങ്ങളെല്ലാം അവിടെ കൂടെ ഉണ്ട്. അവൾ പുറകെ മാറത്തടിച്ച് കരഞ്ഞ്, നെഞ്ചത്തടിച്ച് കരഞ്ഞ് അവൾ പുറകെ പോവുകയാണ്. ഇവിടെ നിന്നും മരണത്തിൻ്റെ ജാഥ പോകുന്നു, അവിടെ നിന്നും ജീവന്റെ ജാഥ വരുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവായി യേശു ക്രിസ്തുവും യേശു ക്രിസ്തുവിൻ്റെ കൂടെ അനേകായിരം ജനങ്ങളുമായിട്ട് വരുന്നു. മരണന്റെ ജാഥയും ജീവന്റെ ജാഥയും തമ്മിൽ കൂട്ടിമുട്ടി. ഈ പുറകില് അമ്മ നെഞ്ചത്തടിച്ച് കരഞ്ഞും കൊണ്ട് അമ്മ കൂടെ പോകുന്നു. അമ്മ കരയുന്നത് കണ്ടപ്പോൾ യേശു ക്രിസ്തുവിന് മനസ്സലിഞ്ഞു. ആ മഞ്ചത്തെ തൊട്ട ഉടനെ ചുമന്നുകൊണ്ട് പോകുന്നവർ നിന്നു. പ്രിയ മക്കളെ, നമ്മുടെ ദൈവത്തിന്റെ ശക്തി എത്ര വലിയ ശക്തിയാണെന്ന് നോക്കാം. ഇവൻ ആരാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. ചുമന്നുകൊണ്ട് പോകുന്നവർ നിന്നു. ഉടനെ 7-ാം അധ്യായം 14-ാമത്തെ വാക്യം, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിക്കാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവൻ്റെ അമ്മ കരയുന്നത് കണ്ടപ്പോൾ യേശു ക്രിസ്തുവിന് ഭയങ്കര മനോവേദനയായി. അവനോട് മഞ്ചത്തെ തൊട്ടു, ബാല്യക്കാരാ എഴുന്നേൽക്ക. ഓഹ്, നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി എത്ര വലിയ ശക്തിയാണെന്ന് നോക്കിയേ. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവനെ ദൈവം ആർക്കേൽപ്പിച്ചു കൊടുത്തു? അവൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയ സഹോദര സഹോദരി, നമ്മൾ കണ്ണുനീർ കണ്ട് നമ്മുടെ കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. കണ്ണുനീരിന് ദൈവം ഒരിക്കലും മറികടക്കത്തില്ല, ഒരജ്ജ പോലും മുമ്പോട്ട് പോകത്തില്ല. നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിയേ. പക്ഷേ നീ യഥാർത്ഥ ഒരു ദൈവമകളോ ദൈവമകനോ ആയിരിക്കണം. നീ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ ഏത് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും അവൻ ഉത്തരം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീ കരഞ്ഞ് പ്രാർത്ഥിച്ചു നോക്ക്. അവൾക്ക് എവിടുന്നാണ് സഹായം കിട്ടിയത്? സ്വർഗത്തിൽ നിന്നും ദൈവമാണ് അവൾക്ക് സഹായം കൊടുത്തത്. അവിടെ മകനെ അവൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കരയണ്ട എന്ന് പറഞ്ഞു ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ ദൈവം എത്ര വലിയ ദൈവമാണെന്ന് നോക്കിയേ. നീ കരയുന്നുവെങ്കിൽ നിന്റെ മക്കൾക്ക് അസുഖമായിരിക്കാം, നിന്റെ ഭർത്താവിന് അസുഖമായിരിക്കാം, നിന്റെ ഭാര്യയ്ക്ക് അസുഖമായിരിക്കാം, എന്തെങ്കിലും വിഷയമായിരിക്കാം. നീ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിരും. ദൈവം നിങ്ങൾക്ക് ഉത്തരം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുപോലെ തന്നെ നമുക്ക് ഇനി ഒരു വാക്യം നോക്കാം. ലൂക്കോസ് 8-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യം. രക്തസ്രവമുള്ള സ്ത്രീ, അവൾക്ക് 12 വർഷക്കാലമായി രക്തസ്രവം പിടിച്ച് അവൾ വളരെയധികം കഷ്ടപ്പെടുന്നു. 8-10 ദിവസം രക്തസ്രവം ആകുമ്പോഴേ സ്ത്രീകൾ ആകപ്പാടെ ക്ഷീണിച്ച് ബലഹീനയായി പോകും. ഇത് 12 വർഷമായിട്ട് അവൾക്കുള്ള സകല പണവും പദവിയും അവൾക്കുള്ളതെല്ലാം നശിച്ചു. എല്ലാ കൂടോത്രവാദികൾക്കും എല്ലാ വൈദ്യന്മാർക്കും സകലർക്കും കൊടുത്ത് നശിച്ചു. ഇനി മരിക്കുകയുള്ളൂ ഗതിയെന്നും കണ്ട് അവൾ ഇങ്ങനെയായി. എല്ലും തൊലിയും മാത്രമേ ഉള്ളൂ. അവൾ മരിക്കാറായി. ഇങ്ങനെ കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് ഭയങ്കര ഒച്ചപ്പാട് കേൾക്കാം. അവൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ യേശു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അവൾ അന്നേരമേ തീരുമാനിച്ചു, ഇന്ന് ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തെ ചെന്ന് ഒന്ന് തൊടുക, ആരും അറിയരുത്, ആരും കാണരുത്. അവൾ അവിടുന്ന് എഴുന്നേറ്റ്, നടക്കാനൊന്നും ശക്തിയില്ലെങ്കിലും അവള് ചെറിയ വണ്ണക്കുറവാണ്, വെറും എല്ലും തൊലിയും മാത്രമേ ഉള്ളൂ. അവൾ കഷ്ടപ്പെട്ട്, രക്തകുസുമ രോഗികൾക്ക് മനുഷ്യരുടെ മധ്യത്തിൽ പോകാൻ പറ്റത്തില്ല ആ കാലത്ത്. ഈ കാലത്തും വില്ലേജുകളിലെല്ലാം അങ്ങനെയാണ്. പോകാനൊക്കത്തില്ല, ആരും അറിയരുത്.
എനിക്ക് എൻ്റെ യേശുവിൻ്റെ വസ്ത്രത്തിൽ നിന്ന് തൊടണം. തൊടുമ്പോൾ എൻ്റെ രക്തസ്രവം നിൽക്കും. അവൾക്ക് അങ്ങനെ വിചാരിച്ച് അവൾ പോയി വളരെ കഷ്ടപ്പെട്ട് അവൾ ഇടയ്ക്കൂടെ കയറിപ്പോയി യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ട ഉടനെ യേശു ക്രിസ്തു നിന്നിട്ട് എന്നെ തൊട്ടത് ആരാണ്? ഉടനെ ശിഷ്യന്മാർ പറയുന്നു, ഇത്രയും ജനങ്ങൾ തിങ്ങിത്തിരക്കി നിന്നെ മുട്ടിത്തട്ടി പോകുന്നല്ലോ, എന്നിട്ട് നിന്നെ ഇല്ല, എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പോയി. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്, സത്യ ദൈവമാണ്, സകല രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. എനിക്കത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല എന്ന് പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവന് യേശു ക്രിസ്തു എന്നിൽ നിന്ന് ശക്തി പോയെന്ന് പറഞ്ഞപ്പോൾ ഇവള് വിറച്ച് പേടിച്ച് അവള് കമന്നടിച്ചവിടെ വീണ് മുട്ടമ്പേ നിന്ന് അവൾ ദൈവത്തോട് അവിടെ കഷ്ടങ്ങളെല്ലാം പറഞ്ഞു. ഉടനെ ദൈവം അവളോട് പറയുകയാണ്, സമാധാനത്തോടെ പൊയ്ക്കോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ആരാണ്? അവിടെ രക്തകുസുമം അന്നേരമേ നിന്നു. ദൈവത്തിൻ്റെ വസ്ത്രത്തിലും തൊട്ടപ്പോഴേ, പ്രിയ മക്കളെ, നിങ്ങൾക്കും ആ വിശ്വാസം ഉണ്ടായിരിക്കണം. പ്രിയ സഹോദര സഹോദരി, നിനക്ക് ക്യാൻസർ ആയിരിക്കാം, നീ പരാലിസിസ് അടിച്ച് കിടക്കുകയായിരിക്കാം, നിനക്ക് നടുവേദനയായിരിക്കാം, നിനക്ക് തലവേദനയായിരിക്കാം, നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഇന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ നിന്ന് തൊടും. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുമെന്ന് ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. എൻ്റെ യേശു ക്രിസ്തു എനിക്ക് സൗഖ്യം തരും, യേശു ക്രിസ്തു എനിക്ക് എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ കണ്ണുനീര് കാണും, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ രോഗം സൗഖ്യമാകുന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിൽ കരഞ്ഞ് ദൈവത്തിൻ്റെ വസ്ത്രത്തിൽ ഞാൻ ഇന്ന് തൊടും. ആ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചു നോക്കാം. പാപോല്ലാസത്തിൽ തൻ്റെ ജീവിതത്തെ പാഴാക്കിയിട്ടും അവൾക്ക് സംതൃപ്തിയില്ല. യേശു അവളോട്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനൊക്കെ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാണ്. ഉടനെ അവൾക്ക് ഭയങ്കര കുതൂഹലയായി, ഭയങ്കര ഇതായി. അവൾ പറയുന്നു, യജമാനനെ, എനിക്ക് ദാഹിക്കാതെ ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. ഉടനെ യേശു ക്രിസ്തു അവളോട് പറയുകയാണ്, നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വരാൻ. ഉടനെ അവൾ പറയുന്നു, എനിക്ക് ഭർത്താവില്ല. ശരി, നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞത് ശരി, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല എന്ന് പറഞ്ഞു. നോക്കേ, അവൾക്ക് ആ വെള്ളം വേണം. അവള് അവിടെ പാത്രം അവിടെ വെച്ചിട്ട് ഓടിപ്പോയി എല്ലാവരും വിളിക്കുകയാണ്, വാ വാ, ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു, അവൻ ക്രിസ്തുവാണോ എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ വന്ന് കാണുമേൻ. എല്ലാവരെയും അവൾ വിളിച്ചു കൂട്ടിക്കൊണ്ട് വരികയാണ്. പ്രിയ സഹോദര സഹോദരി, നിന്റെ അനുഭവ സാക്ഷ്യം നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്റെ അനുഭവ സാക്ഷ്യം നീ പറയണം. മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തണം. നരകത്തിൽ പോകുന്ന ജനങ്ങളെ വലിച്ചെടുത്ത് സ്വർഗം നിറയ്ക്കുന്ന മക്കളാക്കി നമ്മളെ തീർക്കണം. ആ പാപിയായ സ്ത്രീയെ, ആ കെട്ട സ്ത്രീയെ, അവള് ഓടി നടന്ന് എല്ലാവരും വിളിച്ചു കൂട്ടി. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ യഹോവയിൽ നമ്മൾ ആശ്രയിച്ച്, സത്യദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. ആ നിത്യജീവനിലേക്ക് പോകുന്ന നീരുറവ എനിക്ക് വേണം. ആ പാപിയായ സ്ത്രീക്ക് അവൾക്ക് ആശ വന്നു. നമ്മളെല്ലാം ഒരു കാലത്ത് പാപിയായി ജീവിച്ചവരാണ്. പാപമില്ലാത്തവരാരുമില്ല, പാപത്തിൽ മുഴുകിക്കടന്നവരാണ്. ആ കെസറിನಲ್ಲಿ ബിദ്ധിതവരാണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ തന്നെ പുറംപറമ്പിൽ എറിയപ്പെട്ടവരായിരുന്നു നമ്മൾ ഓരോരുത്തരും. നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ
നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 1 രാജാക്കന്മാർ 17-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ ഒരു വിധവ, അതായത് ഏലിയാവ്, ആഹാബ് രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാണ്, ഞാൻ പറഞ്ഞല്ലാതെ മഴയും മഞ്ഞും വരത്തില്ലെന്ന്. അങ്ങനെ പറഞ്ഞ് അവൻ പോകുകയാണ്. പോയി കെരീത് തോട്ടിനരികെ പോയിരുന്നു. കെരീത് തോട്ടിലെ വെള്ളമെല്ലാം പറ്റിപ്പോയി. കാക്കയുടെ കൈവശം അപ്പോ ഇറച്ചിയും രാവിലെയും വൈകിട്ടും ദൈവം കൊടുത്തു വിടുമായിരുന്നു. അവിടെ നിന്നും ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ സാരാപ്തയിലെ വിധവയുടെ അടുത്തേക്ക് വിടുന്നെന്ന് പറഞ്ഞു. ആ വിധവ ആരാണെന്ന് പോലും ഏലിയാവിനോട് പറഞ്ഞില്ല. അനേക വിധവകൾ സാരാപ്തയിലുണ്ട്. ആ വിധവയുടെ അടുത്തേക്ക് വിടുന്നെന്നാണ് പറഞ്ഞത്. അവൻ അങ്ങനെ സാരാപ്തയിൽ ചെന്ന് ആ പട്ടണത്തോട് അടുത്ത ഉടനെ ഒരു വിധവയും മകനും നിന്ന് വിറക് പെറുക്കുന്നു. ആ വിധവയോട് ഏലിയാവ് പറയുന്നു, എനിക്കൊരു ഗ്ലാസ് വെള്ളം, ഒരു ചെമ്പ് വെള്ളം കുടിക്കാൻ തരാൻ പറയുന്നു. അവൾ വെള്ളം എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് എനിക്കൊരു അപ്പ കഷ്ണം കൂടെ കൊണ്ടുവരണമെന്ന് പറയുന്നു. ഒരു പീസ് റൊട്ടി കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു, ഒരടയും കൂടെ. ഉടനെ അവൾ തിരിഞ്ഞു പറയുന്നു, യജമാനനെ, എൻ്റെ പാത്രത്തിൽ സ്വൽപ്പം പൊടിയും സ്വൽപ്പ എണ്ണയും മാത്രമേ ഉള്ളൂ. അത് ഞാനും എൻ്റെ മകനും ഉണ്ടാക്കി തിന്ന് മരിക്കാനിരിക്കുകയാണ്. ഉടനെ ഏലിയ പറയുന്നു, നീ പോയി ഉണ്ടാക്കി ഫസ്റ്റ് എനിക്ക് കൊണ്ടുത്താ, അത് കഴിഞ്ഞ് നീയും മകനും തിന്നാൻ പറയുന്നു. ഏതായാലും അവൾ ആ വാക്ക് കേട്ട് പോയി അടയുണ്ടാക്കിക്കൊണ്ട് വന്ന് ഏലിയാവിന് കൊടുത്തു വെള്ളവും. അവൾ തിരിച്ചു ചെല്ലുമ്പം അവിടെ പാത്രത്തിലെ വെള്ളം ഇങ്ങനെ ഉറവ വരുന്ന പോലെയാണ്. പൊടി പൊങ്ങി പൊങ്ങി പാത്രത്തിൽ വരുന്നു, എണ്ണ പൊങ്ങി പൊങ്ങി വരുന്നു, വെള്ളം ഉറവ വരുന്ന പോലെ വരുന്നു. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? അവിടെ വീട്ടിൽ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. എന്താണെന്നോ, ദൈവത്തിൻ്റെ വാക്യമാകുന്ന അപ്പവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഉണ്ടെങ്കിൽ ജനങ്ങൾ വർദ്ധിക്കും. നിന്റെ സഭയിൽ ഇന്നും 16, 17, 20 പേരെ കൊണ്ടിരിക്കുന്ന എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ല, പരിശുദ്ധാത്മാവിൻ്റെ എണ്ണയില്ല, വചനം ഇല്ല. വചനമാകുന്ന വാക്യമാകുന്ന വചനവും പരിശുദ്ധാത്മാവിൻ്റെ എണ്ണയും ഉണ്ടെങ്കിൽ ജനം കൂടി വരും. ഇന്ന് ഇവിടെ 7 പേരാണ് ഒരു പെൺകുട്ടിയെ കൊണ്ട് വന്നത്. 7 പേര്. ഞാൻ പള്ളിയുടെ താക്കോല് കൊടുത്തു, പള്ളി തുറന്നു, അവിടെ പോയി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ അവൾ എടുത്തടിച്ച പെൺകുട്ടി താഴെ വീണു. എന്താ നോക്കുമ്പോൾ അവള് തുണി നനയ്ക്കാൻ ചെന്നപ്പോൾ ഒറ്റയ്ക്ക് തുണി നിന്ന് നനയ്ക്കുകയായിരുന്നു. എനിക്ക് അവളോട് ഇഷ്ടം തോന്നി, ഞാൻ അവിടെ കൂടെ കൂടിയെന്ന് ആ സാത്താൻ എന്നോട് പറയുകയാണ്. ഞാൻ ഇവളെ കൊണ്ടേ പോകത്തുള്ളൂ, ഞാൻ വിട്ടു പോകത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, വിട്ടു പോയേ പറ്റത്തുള്ളൂ. ഇവളിപ്പോൾ യേശുവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ അടുത്ത് വരുന്നവരുടെ അടുത്ത് എൻ്റെ യേശു വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ യേശുവിനെ നീ ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. നോക്കിയ ഉടനെ അവള് ഞാൻ പൊയ്ക്കോളാമേ എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു 20 വയസ്സോ 22 വയസ്സോ കാണും ആ പെൺകുട്ടിക്ക്. ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും സാത്താൻ വിട്ടുപോയി. നമ്മുടെ ദൈവം ആരാണ്? പരിശുദ്ധാത്മാവിൻ്റെ എണ്ണയും വചനമാകുന്ന വാക്യവും ഉണ്ടെങ്കിൽ ഒരു സാത്താനും നിൽക്കത്തില്ല. ജനം നമ്മളെ തേടി വരും. അതുപോലെ അവർക്ക് സഹായം എവിടുന്നാണ് വന്നത്? ആ സാരാപ്തയിലെ വിധവയ്ക്ക് എവിടുന്നാണ് സഹായം വന്നത്? സ്വർഗത്തിൽ നിന്ന്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടുന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നെന്നാണ് പറയുന്നത്. അതുപോലെ വെളിപ്പാട് 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പത്മോസ് ദ്വീപിൽ ഭയങ്കര മൃഗങ്ങളുടെയും ക്രൂര ജന്തുക്കളുടെയും നടുവിലാണ് യോഹന്നാൻ കഴിഞ്ഞത്. യോഹന്നാന് ആരാണ്? യോഹന്നാന് ചരിത്രം, ഉപദേശം, അതുപോലെ തന്നെ പ്രവചന ഗ്രന്ഥം, ഇത് 3 എഴുതിയ വ്യക്തിയാണ് യോഹന്നാൻ ഏറ്റവും കൂടുതൽ
യേശുവിനെ സ്നേഹിക്കുകയും യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുകയും ചെയ്ത വ്യക്തിയാണ് യോഹന്നാൻ. ആ യോഹന്നാനെ പത്മോസ് ദ്വീപിൽ ആ കാടിൻ്റെ നടുവിൽ കൊണ്ട് ഇറക്കി വിട്ടു. ആ വണ്ടിയും തിരിച്ചുപോയി. ആരുമില്ല. കടല് എരച്ചു വന്ന് കല്ലിലടിക്കുന്ന ഒച്ച. അവൻ എവിടോട്ട് നോക്കിയത്? സ്വർഗത്തേക്ക് നോക്കിയത്. പ്രിയ സഹോദര സഹോദരി, നമ്മൾക്കാരുമില്ലെന്ന് വിചാരിക്കണ്ട. നമ്മൾ ചിലപ്പം കാടിൻ്റെ നടുവിലായിരിക്കാം, വെള്ളത്തിൻ്റെ നടുവിലായിരിക്കാം. എവിടെയെങ്കിലും നമ്മൾ കഷ്ടത്തിൻ്റെ നടുവിൽ വരുമ്പോഴും നമ്മളെ സഹായിക്കാൻ കർത്താവ് യേശു ക്രിസ്തു അല്ലാതെ നമുക്കാരുമില്ല. ആ യേശു ക്രിസ്തുവിൽ നമ്മൾ ദൃഷ്ടിയിട്ടുകൊണ്ട് നമ്മുടെ താഴ്മയോടും വിനയത്തോടും കൂടെ ദൈവസന്നിധിയിൽ നമ്മളെ താണിരിക്കുന്നവരായിരിക്കണം. നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കുന്നവരായിരിക്കണം. നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കുകയും താണിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ എല്ലാ വിധത്തിലും സ്വർഗത്തിൽ നിന്നും സഹായം നമുക്ക് വരുന്ന ദൈവമാണ്. സമയക്കുറവിനാൽ ഞാൻ നിർത്തുന്നു. ഈ വാക്യങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും മുട്ടുമേ നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സ്തോത്രം. കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വർത്തായില്ലപ്പാ. ദൈവമേ, പരിശുദ്ധാത്മനെ ഇപ്പോൾ തന്നെ തൊടണമേ. അവരുടെ ആവശ്യ ഭാരങ്ങൾ അറിഞ്ഞ് നീ പ്രവർത്തിക്കണമേ. സ്വർഗീയകരം ഇപ്പോൾ തന്നെ തൊടണമേ. പരിശുദ്ധാത്മനെ നീ തൊടണമേ. കാൻസർ രോഗത്താലെ, പരാലിസിസ് രോഗത്താലെ, ട്യൂമർ രോഗത്താലെ, ഏതെല്ലാം വിധത്തിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പാ, നീ അവരെ തൊടണമേ. നീ അവരെ അനുഗ്രഹിക്കണമേ. കൈവിടല്ലപ്പാ. വീട് പണി പൂർത്തിയാകാതെ എത്രയോ ജനം കഷ്ടപ്പെടുന്നപ്പ. വിവാഹം നടക്കാതെ എത്രയോ ജനം കഷ്ടപ്പെടുന്നപ്പ. മക്കളില്ലാതെ എത്രയോ ജനം കണ്ണുനീരൊഴുക്കുന്നപ്പ. അവർക്ക് നീ മക്കളെ കൊടുക്കണമേ കർത്താവേ. അപ്പ രോഗസൗഖ്യം കൊടുക്കണമേ അപ്പ. കൈവിടല്ലപ്പ യേശുവേ. എല്ലാ പാസ്റ്റർമാരെ, എല്ലാ അച്ഛന്മാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ഇതിൻ്റെ സുവിശേഷം എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. കൈവിടല്ലപ്പ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ കർത്താവേ. രോഗികളെ നീ മുട്ടണമേ. ഇപ്പോൾ തന്നെ നീ തൊടണമേ. ആവശ്യ ഭാരവുമായി നിന്റെ സന്നിധിയിൽ വരുന്നവരെ നീ തള്ളിവിടുന്ന ദൈവമല്ലപ്പ. നീ അവിടുന്ന് ഉപേക്ഷിക്കുന്ന ദൈവമല്ലപ്പ. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണപ്പ. കൈവിടല്ലപ്പ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ ഫോൺ ചെയ്ത് അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ വേലയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.